ആദ്യം നമുക്ക് അമേരിക്കൻ അധികാര ശക്തിക്ക് ഉണ്ടായ പരിമിതികൾ എന്തെല്ലാമായിരുന്നു നോക്കാം. അമേരിക്കൻ മേധാവിത്വത്തിനുള്ള ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് അതിന്റെ അധികാര ശക്തിക്ക് അകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ അധികാര ശക്തിക്ക് പരിമിതി സൃഷ്ടിക്കുന്ന 3 ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ 3 ശാഖകൾക്കിടയിൽ അധികാര വിഭജനത്തിന്റെയും പരസ്പര നിയന്ത്രണത്തിന്റെയും സംവിധാനം ഉണ്ടായിരുന്നു പറയുകയുണ്ടായി. അമേരിക്കൻ ഭരണകൂടത്തിന്റെ 3 ശാഖകൾ, ആ 3 ശാഖകൾക്കിടയിലും അധികാര വിഭജനത്തിന്റെയും അതേപോലെ പരസ്പര നിയന്ത്രണത്തിന്റെയും ഡിവിഷൻ ഓഫ് പവർ ആൻഡ് ചെക്സ് ആൻഡ് ബാലൻസസ് അതിന്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സിസ്റ്റം ഓഫ് ഡിവിഷൻ ഓഫ് പവർ ആൻഡ് ചെക്സ് ആൻഡ് ബാലൻസസ് അതായിരുന്നു ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകമായി പറയുന്നത് അമേരിക്കൻ സമൂഹത്തിന്റെ തുറന്ന സ്വഭാവമായിരുന്നു. അമേരിക്കൻ സമൂഹത്തിന്റെ തുറന്ന സ്വഭാവം. അമേരിക്കൻ ഭരണ രീതിയെക്കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും സംശയം അന്ന് അമേരിക്കൻ സമൂഹത്തിന് ഉണ്ടായിരുന്നു. ആ സമൂഹം അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അമേരിക്കൻ അധികാര ശക്തിയെ നാറ്റോ നിയന്ത്രിച്ചിരുന്നു. അതാണ് മൂന്നാമത്തെ ഘടകം. അപ്പോൾ 3 ഘടകങ്ങളാണ് അമേരിക്കൻ അധികാര ശക്തിക്ക് പരിമിതി ഉണ്ടാക്കിയിരുന്നത്. ഒന്ന്, അമേരിക്കൻ ഭരണകൂടത്തിന്റെ 3 ശാഖകൾക്കിടയിലുള്ള അധികാര വിഭജനത്തിന്റെയും പരസ്പര നിയന്ത്രണത്തിന്റെയും സംവിധാനം. രണ്ടാമത്തെ എന്ന് പറയുന്നത് അമേരിക്കൻ സമൂഹത്തിന്റെ തുറന്ന സ്വഭാവം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അമേരിക്കൻ അധികാര ശക്തിയെ നാറ്റോ നിയന്ത്രിച്ചിരുന്നു. നാറ്റോ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. വടക്കൻ അറ്റ്ലാന്റിക് സഖ്യ സംഘടനയാണ് നാറ്റോ. അത് അമേരിക്കൻ അധികാര ശക്തിയെ നിയന്ത്രിച്ചിരുന്നു. അങ്ങനെ 3 ഘടകങ്ങളായിരുന്നു അമേരിക്കൻ അധികാര ശക്തിക്ക് പരിമിതി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ ഈ മേധാവിത്വത്തെ മറികടക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഓരോ രാജ്യത്തിനും ഓരോ ഗവൺമെന്റ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ലോകത്തിന് മൊത്തമായ ഒരു ഗവൺമെന്റ് ഇന്ന് ഇല്ല. ഒരുപാട് അന്താരാഷ്ട്ര സംഘടനകൾ ഉണ്ടെങ്കിലും തന്നെ അതൊന്നും തന്നെ ലോക ഗവൺമെന്റുകളല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയേണ്ടതായി വരും? ലോക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇല്ലാത്ത രാഷ്ട്രീയമാണെന്ന് പറയേണ്ടതായി വരും. ഇവയ്ക്ക് ചില ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എല്ലാം ഉണ്ട്. ഇത് യുദ്ധത്തെ നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നത്, നിരോധിക്കുന്നില്ല. അപ്പോൾ ഈ ഹെഗിമണി അല്ലെങ്കിൽ ഈ മേധാവിത്വത്തെ മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ലോക ഗവൺമെന്റിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഫോർമേഷൻ ഓഫ് വേൾഡ് ഗവൺമെന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലോ, അന്താരാഷ്ട്ര നിയമങ്ങളോ ഒന്നുകൂടി കർക്കശമാക്കുക എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ഇന്റർനാഷണൽ ലോ. ഈ മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേധാവിത്വത്തെ മറികടക്കാനായി സാധിക്കും. ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് അമേരിക്കയെ സൈന്യമായിട്ടും മല്ലിട്ട് നിൽക്കാൻ ഒരു രാജ്യത്തിനും കഴിയാത്ത ഒരവസ്ഥയാണ്. അമേരിക്കൻക്കെതിരെ ഒരു സൈനിക സഖ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ, ഈ ചൈന, ഇന്ത്യ, റഷ്യ പോലുള്ള വൻകിട രാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഒട്ടേറെ ഭിന്നിപ്പുകളുണ്ട്. അതുകൊണ്ട് അവയ്ക്കെതിരെ ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു സൈനിക സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ മേധാവിത്വത്തെ മറികടക്കാനായി സാധിക്കും. പിന്നെ ഈ അമേരിക്കൻ മേധാവിത്വത്തിന്റെ അതിനോട് എതിർക്കുന്നതിനേക്കാൾ നല്ലത് ഈ അമേരിക്കൻ മേധാവിത്വം സൃഷ്ടിക്കുന്ന അവസരങ്ങളിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയായിരിക്കും നല്ലത് എന്ന് ചിലര് വാദിക്കുന്നുണ്ട്. അതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ വ്യാപാരം, സാങ്കേതിക വിദ്യ കൈമാറ്റം, മൂലധന നിക്ഷേപം അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ മേധാവിത്വ ശക്തിയെ എതിർക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതിന്റെ നേട്ടങ്ങൾ പരമാവധി നേടിയെടുക്കുന്നതായിരിക്കും. അതിനെയാണ് കൂട്ടുപിടുത്ത തന്ത്രം അല്ലെങ്കിൽ ബാൻഡ് വാഗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ മറ്റു ചില രാജ്യങ്ങൾ അവലംബിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒളിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഈ മേധാവിത്വ ശക്തിയിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കുക എന്നത്. ഇപ്പൊ ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായി അധികം അടുക്കണമില്ല, അകലനുമില്ല. അത് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. പക്ഷെ ഈ വലിയ രണ്ടാംകിട രാജ്യങ്ങൾക്കൊന്നും തന്നെ അധികകാലം ഈ നയം പിന്തുടരാനായിട്ട് സാധിക്കില്ല. ചെറിയ രാജ്യങ്ങൾക്ക് ഇത് ഫലപ്രദമായ ഒരു നയമാണെങ്കിൽ പോലും ചൈന, ഇന്ത്യ, റഷ്യ, യൂറോപ്യൻ യൂണിയൻ പോലുള്ള മഹാസഖ്യങ്ങൾക്ക് ഇത് അധികകാലമൊന്നും അനുവർത്തിക്കാനായി സാധിക്കില്ല. പിന്നെ ഈ നാനാതരം സർക്കാരിതര സംഘടനകൾ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, പൊതുജന അഭിപ്രായ മണ്ഡലങ്ങൾ, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, കലാകാരന്മാർ, എഴുത്തുകാർ ഇവരുടെ കൂട്ടുകെട്ടിനും അമേരിക്കൻ മേധാവിത്വത്തെ നേരിടാനായിട്ട് സാധിക്കും.
ഈ വിവിധ ഘടകങ്ങൾ രാജ്യാതിർത്തിക്കപ്പുറം ബന്ധപ്പെട്ട് അമേരിക്കൻ നയങ്ങളെ ചെറുക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മേധാവിത്വത്തെ മറികടക്കാനായി സാധിക്കും. ഇനി നമ്മൾ പറയുന്നത് അമേരിക്കയുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ ശീതകാല സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയ്ക്ക് എതിരായിരുന്നു. അക്കാലത്ത് സോവിയറ്റ് യൂണിയനോടായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗം ചേർന്നിട്ടാണ് ഇന്ത്യ നിലനിന്നിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഇന്ത്യക്ക് സുഹൃത്തുക്കളായി ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ ഇന്ത്യക്ക് എതിരായി മാറി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയില് ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നത്. 1991 ഉദാരവൽക്കരണം, അതേപോലെ തന്നെ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം ഒക്കെ നടപ്പിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി കൂട്ടിയിണക്കി. ഇതുമൂലം സമീപകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയരുകയും അമേരിക്ക അടക്കം ഒട്ടേറെ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ആകർഷകമായി തീരുകയും ചെയ്തു. അടുത്ത കാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പുതുതായി 2 ഘടകങ്ങൾ വരികയുണ്ടായി. ഒന്ന് സാമ്പത്തിക വൈദഗ്ധ്യത്തെ ബന്ധപ്പെടുന്നതും മറ്റൊന്ന് അമേരിക്കൻ ഇന്ത്യക്കാർ വഹിക്കുന്ന പങ്കുമായിരുന്നു. ഇന്ത്യൻ സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ള കയറ്റുമതിയിൽ 65% അമേരിക്കയിലേക്കാണ് ഉണ്ടായിരുന്നത്. അമേരിക്കയുടെ ബോയിംഗ് വിമാന കമ്പനിയിലെ സാങ്കേതിക വിദഗ്ധരിൽ 35% ഇന്ത്യൻ വംശജരാണ് പണിയെടുക്കുന്നത്. സിലിക്കൺ വാലിയിൽ പണിയെടുക്കുന്നവരിൽ ഏകദേശം 3 ലക്ഷം പേരും ഇന്ത്യക്കാരാണ്. ഉയർന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അമേരിക്കയിൽ പുതുതായി ആരംഭിച്ച സ്ഥാപനങ്ങളിലും 15%ഓളം ഇന്ത്യൻ വംശജരാണ് ഉള്ളത്. അമേരിക്കയുമായി ഏത് തരത്തിലുള്ള ബന്ധം വേണമെങ്കിലും തീരുമാനിക്കേണ്ടത് ഇന്ത്യ തന്നെയായിരുന്നു. ആഗോളീകരണ കാലഘട്ടത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ 3 തരം തന്ത്രങ്ങളുടെ സാധ്യതകളെ കുറിച്ചായിരുന്നു. അതെന്തൊക്കെയായിരുന്നു ആ 3 തരം തന്ത്രങ്ങൾ എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരിൽ ഒരു വിഭാഗം അന്താരാഷ്ട്ര ബന്ധങ്ങളെ സൈനിക ശക്തിയുടെ ഭാഷയിലൂടെയാണ് കണ്ടിരുന്നത്. അമേരിക്കയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നതിന് ഭീതിയോടെയായിരുന്നു ഇവര് കണ്ടിട്ടുണ്ടായിരുന്നത്. അത്ര നല്ലതായിരുന്നില്ല, അമേരിക്കയുമായി ഇന്ത്യ അടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഇവര് പറഞ്ഞിരുന്നത്. ഇന്ത്യ അമേരിക്കയുമായുള്ള അന്തരം നിലനിർത്തുകയാണ് നല്ലത് എന്നുള്ളത് ഇവര് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുൻകരുതലും ഇവര് നൽകിയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ കൂടുതൽ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടെന്നതിനാൽ മറ്റു ചിലര് സന്തോഷിച്ചിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന അവസരമാണിതെന്ന് അവർ കരുതുന്നുണ്ട്. ആദ്യം പറഞ്ഞവരിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. അമേരിക്കൻ മേധാവിത്വത്തിൽ നിന്ന് മുതലെടുക്കാൻ കഴിയുന്ന തന്ത്രമാണ് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ നിലപാട് സ്വീകരിക്കാനായി കഴിയും. അമേരിക്കയെ എതിർക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഹാനികരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഇവര് വാദിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുൻകൈ എടുത്ത് വികസ്വര രാജ്യങ്ങളുടേതായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കണമെന്നാണ് മൂന്നാമത്തെ വിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാലക്രമത്തിൽ ഈ കൂട്ടുകെട്ട് കൂടുതൽ പ്രബലമായിക്കൊള്ളും എന്നും അവര് പറഞ്ഞിരുന്നു. അപ്പൊ 3 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ അമേരിക്കയുമായി അധികം അടുക്കുന്നത് നല്ലതല്ല എന്നുള്ള പറഞ്ഞിരുന്നതാണ്. ഒരു അന്തരം നിലനിർത്തണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയും അതേപോലെ തന്നെ അമേരിക്കയും അവരുടെ താല്പര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മേധാവിത്വത്തിൽ നിന്ന് മുതലെടുക്കുന്ന ഒരു തന്ത്രമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുമായി എതിർക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയുമായി അകലം പാലിക്കുന്നത് അത്ര തന്നെ നല്ല കാര്യമല്ല എന്നുള്ളതായിരുന്നു ഈ വിഭാഗം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഈ മൂന്നാമത്തെ വിഭാഗം വിശ്വസിച്ചിരുന്നത്. തുടക്കത്തിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല എങ്കിൽ കൂടി വരും കാലങ്ങളിൽ അതിന് കൂടുതൽ പ്രബലമാകാനായി സാധിക്കുമെന്ന് ഈ മൂന്നാമത്തെ വിഭാഗം വാദിച്ചു. ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് US-ഇന്ത്യ സിവിൽ ആണവ കരാറിനെ കുറിച്ച്. 123 കരാർ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും US പ്രസിഡന്റ് ജോർജ് W ബുഷും 2005 ഇന്ത്യ-US സിവിൽ ആണവ സഹകരണത്തിന്റെ കരട് രൂപം തയ്യാറാക്കി അംഗീകരിച്ചു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സിവിൽ, സൈനിക, ആണവ സ്ഥാപനങ്ങൾ വേർതിരിക്കുന്നതിനും സിവിൽ ആണവ സ്ഥാപനങ്ങൾ പരിധിയിൽ കൊണ്ടുവരാനും ആണവ വിതരണം ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്നും സമ്പുഷ്ട യുറേനിയം ലഭിക്കുന്നതിനു വേണ്ടി ഇളവ് നൽകാനും തീരുമാനിച്ചു. 2008 ഇന്ത്യ-US സിവിൽ ആണവ സഹകരണ കരാറിന് അധോസഭ അംഗീകാരം നൽകുകയും അത് നിലവിൽ വരികയും ചെയ്തു. അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ആണവ സഹകരണം ഉറപ്പുവരുത്തുന്നതിന് 1984 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണവോർജ നിയമത്തിലെ ആർട്ടിക്കിൾ 123 ഭേദഗതി വരുത്തി. അതുകൊണ്ടാണ് ഇതിനെ 123 കരാർ എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണവ വിതരണ ഗ്രൂപ്പ് രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി സമ്പുഷ്ട യുറേനിയം വിതരണം ചെയ്യുന്നതിനും സിവിലിയൻ ആണവ സ്ഥാപനവുമായുള്ള സഹകരണത്തിന് അംഗീകാരം നൽകുകയും ചെയ്തു. അതാണ് US-ഇന്ത്യ സിവിൽ ആണവ കരാർ. 2005 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും US പ്രസിഡന്റായിരുന്ന ജോർജ് W. ബുഷും കൂടിയിട്ടാണ് ഇതിന് അംഗീകാരം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സൈനിക, ആണവ സ്ഥാപനങ്ങൾ വേർതിരിക്കുന്നതിനും സിവിൽ ആണവ സ്ഥാപനങ്ങൾ പരിധിയിൽ കൊണ്ടുവരാനും ആണവ വിതരണം ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്നും സമ്പുഷ്ട യുറേനിയം ലഭിക്കുന്നതിനു വേണ്ടി ഇളവ് നൽകാനും തീരുമാനിക്കുകയുണ്ടായി. 2008 ഇന്ത്യ-US സിവിൽ ആണവ സഹകരണ കരാറിന് അധോമണ്ഡലം അംഗീകാരം നൽകുകയും അത് നിലവിൽ വരികയും ചെയ്തു. 1954 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണവോർജ നിയമത്തിന്റെ ആർട്ടിക്കിൾ 123 ഭേദഗതി വരുത്തി. അതുകൊണ്ടാണ് ഇതിനെ 123 കരാർ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.